ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ മൗൻരാഗത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു മനോഹരനെ വരച്ച വരയിൽ നിർത്തുകയാണ്. സത്യം പറഞ്ഞോ, ആരാണ് അവള്? എൻ്റെ പൊന്നു സരയു, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അത് പെണ്ണല്ല ആണാണെന്ന്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. മനുവേട്ടാ, മനുവേട്ടനെ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് മനുവേട്ടന് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, അവൾ ആരാണെന്ന് പറഞ്ഞോ. ഇപ്പോ ഞാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി കാണുമല്ലേ മനുവേട്ടന്? എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ്? തെളിവ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇതെല്ലാം ഷാരി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷാരിയുടെ അടുത്തേക്ക് നേരെ ചെല്ലുകയാണ്. എന്താ പറ്റിയത്? അവൾ വിശ്വസിക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഓഹോ, അപ്പോൾ എല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുകയായിരുന്നല്ലേ? നാണമില്ലേ നിങ്ങൾക്ക്? ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. എനിക്ക് അതിൻ്റെ ഏർപ്പാടൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവനും ആദ്യമാടാ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കേൾക്കാനായിട്ട് ഇടയായത്. എനിക്കെന്തെങ്കിലും കേട്ടല്ലേ മതിയാവുള്ളൂ. ഇപ്പം കേട്ടല്ലോ, ഇപ്പം സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അവളെ എന്നെ സംശയ കണ്ണോട് കൂടി തന്നെയാണ് നോക്കുന്നത്. നിങ്ങളെന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞതാ, എന്നാൽ മാത്രമേ അവളെ സംശയം മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. നിനക്കല്ലേ തലച്ചോറുള്ളത്? നീയല്ലേ ഒരുപാട് പെണ്ണുങ്ങളെല്ലാം വരച്ച വരയിൽ നിർത്തി നിന്റെ പാട്ടിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നീ തന്നെ കണ്ടുപിടിക്കടാ. എടാ, എൻ്റെ മോളുടെ മനസ്സിലെ സംശയം എത്രയും പെട്ടെന്ന് നീ തീർത്തോളണം. അല്ലെങ്കിലേ അവള് ഏതെങ്കിലും ഫാനിൽ കെട്ടിത്തൂങ്ങി അവൾ മരിക്കേണ്ടി വരും. എൻ്റെ ചങ്കാണ് തകർന്നു പോകുന്നത്. അല്ല, അവള് മരിച്ച നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ മോളല്ലല്ലോ സരയു. സരയുവിൻ്റെ അമ്മ ആ താര ആൻറ്റി അല്ലേ സങ്കടപ്പെടേണ്ടത്, അല്ലാതെ നിങ്ങളല്ലല്ലോ. എടാ, നീ ഇങ്ങനെ തട്ടാമുട്ടത്തിലെ കാര്യങ്ങൾ പറയാതെ നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാടാ. എൻ്റെ മോടെ സ്വർണം പണങ്ങളെല്ലാം മുഴുവൻ നീ തട്ടിയെടുത്തല്ലേ? അതെ, തട്ടിയെടുത്തു. ഇനിയും ഉണ്ട് കുറച്ചും കൂടി വരാനായിട്ട്. എന്തിനാടാ എൻ്റെ മോളുടെ പണം മുഴുവൻ നീ തട്ടിയെടുത്തത്? അല്ല, ബഗാസുരൻ എനിക്ക് കുറെ പണങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തായിരുന്നല്ലോ. എന്നിട്ട് അയാൾ തന്നില്ലല്ലോ. അതുകൊണ്ട് അയാളുടെ മോക്കടെ പണവും സ്വർണവും അല്ല ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കുകയും ചെയ്തു. നീ അവളെ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ എങ്ങനെ ജീവിക്കോടാ? ജീവിക്കാനാണോ വഴിയില്ലാത്തത്? നിങ്ങൾക്കേ നല്ല പാചകം അറിയാലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിരുന്ന് വീട്ടു ജോലിയും പാചക ജോലിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,20,000 രൂപ ശമ്പളം കിട്ടും. അങ്ങനെ അങ്ങോട്ട് ജീവിച്ചാൽ മതി. നിങ്ങളുടെ മോളെ നോക്കാനായിട്ട് അതേ ഇനി വഴിയുള്ളൂ. അല്ലാതെ എൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. എൻ്റെ മോളുടെ മനസ്സിലെ സംശയം നീ എത്രയും പെട്ടെന്ന് മാറ്റിയാൽ മതിയാവുള്ളൂ. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വീണ് കിട്ടിയടാ. എന്ത് വീണ് കിട്ടിയെന്നും അത് നിങ്ങളോട് പറയണ്ടേ കാര്യമുണ്ടോ തള്ളേ? ഒന്ന് പൊയ്ക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാണ്. അപ്പോൾ ഷാരിക്കാണെങ്കിൽ ദൈവം ആകെ ടെൻഷൻ. സരയോ എങ്ങാനും ഇവനെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി പാളുമെന്ന് ശരിക്കും അറിയാം. അങ്ങനെ നമ്മുടെ കിരണിനെ കാണിക്കുകയാണ്. അപ്പോൾ കിരണിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജിൻ്റെ സൗണ്ട് എന്താ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ആണല്ലോ. അപ്പോൾ മനോഹർ ഇങ്ങനെ വോയിസ് മെസ്സേജ് വിട്ടിരിക്കുകയാണ്. സാറേ, എനിക്ക് സാറേ ഒന്ന് അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. ഞാനൊരു വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സാറേ അത്യാവശ്യമായിട്ട് കാണണം എന്നവിടെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരണിൻ്റെ അടുത്തേക്ക് കല്യാണി വരികയാണ്. എന്താ കിരണേട്ടാ, എന്താ? മനോഹറിൻ്റെ മെസ്സേജാ. അവൻ എന്നെ അത്യാവശ്യമായിട്ട് എന്തോ കാണാനുണ്ടെന്ന്, എന്തോ കാര്യം പറയാനാ. എന്തോ ഒരിക്കലും ചെന്ന് ചാടിയെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നീ സരയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണോ? അതാകാനാ സാധ്യത. ഒരു കാര്യം ചെയ്, അവനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറ. അങ്ങനെ പറ്റില്ലല്ലോ, ആ സരയും എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുകയല്ലേ. അതുകൊണ്ടായിരിക്കും അവൻ വേറൊരു സ്ഥലത്ത് വരാനായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അവനെ കൊണ്ട് കുറേ പ്രയോജനങ്ങളുണ്ടല്ലോ. സരയുവിനെ വിട്ട് അവൻ ഇപ്പോഴെങ്ങും പോകാൻ പാടില്ല കല്യാണി. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. അത് കിരണേട്ടൻ പറഞ്ഞ സത്യം തന്നെയാ. അവൻ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ മനോഹറിനെ കാണാനായിട്ട് ചെല്ലുക. അപ്പം മനോഹറാണെങ്കിൽ ആകെ വിഷമിച്ച് വിറങ്ങലിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്താടാ, നീ എന്തിനാണ് ഞങ്ങളെ വിളിപ്പിച്ചത്? എന്താ നീ അങ്ങോട്ട് വരാതെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അത് പിന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സരയു കാണുമല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് ആ ഒരു സീൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ നിങ്ങളോട് വരാനായിട്ട് പറഞ്ഞത്. എന്താ നിന്റെ പ്രശ്നം? അതെ, സരയുവിന് വല്ലാത്ത സംശയം എന്നെ. ഓഹോ, സംശയോ? എന്താണാവോ?
നീ വേറെ വല്ല കുറിക്കിലിങ്ങനെ ചെന്ന് ചാടിയോ? ഏയ് അതൊന്നുമല്ല. അതെ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം ഞാൻ നിൽക്കണ ഫോട്ടോ കണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അതല്ല, ആ കൂട്ടുകാരനെ പെൺവേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോയാണ് കണ്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ആഹാ, കൊള്ളാലോ. അതല്ല, ആ വരുണിൻ്റെ ഒപ്പം നിന്ന ആ ഫോട്ടോ ഇല്ലേ, അതാണ് അവൾ കണ്ടത്. അവളോട് ഞാൻ കുറേ പറഞ്ഞു നോക്കി, പക്ഷേ അവൾ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എടാ, നിനക്ക് അങ്ങനെ തന്നെ കിട്ടണം. അപ്പോൾ സരയുവിൻ്റെ മനസ്സിലേക്ക് സംശയങ്ങളുടെ കൂമ്പാരം ഇറങ്ങി തുടങ്ങിയല്ലേ? പക്ഷെ അങ്ങനെ സംശയിക്കാൻ പാടില്ലടാ. നീ കുറേ നാളും കൂടി സരയുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അവളുടെ പണങ്ങൾ മുഴുവനും നീ തട്ടിയെടുത്തിട്ടില്ലല്ലോ. കുറേയും കൂടി ഇല്ലേ വരാനായിട്ട് അക്കൗണ്ടിലേക്ക്. അതെല്ലാം സരയുവിൻ്റെ പൈസ മുഴുവനും നിന്റെ അക്കൗണ്ടിലേക്ക് വന്നം. അതിനുശേഷം അവൾ സത്യങ്ങൾ അറിഞ്ഞാൽ മതി. അതുവരെ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. എങ്കിൽ പിന്നെ മാഡം, നീ എന്നെ മേഡമൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിക്കട്ടെ കല്യാണി, അവൻ തനി ഫ്രോഡല്ലേ. നമ്മളൊക്കെ വലിയ ബിസിനസ്സുകാർ. അതുകൊണ്ട് അവൻ മേഡമെന്ന് വിളിക്കട്ടെ. അത് തന്നെയായിരിക്കും നല്ലത്. അതെ, നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്യണം. അവളുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ ഒന്നും മാറ്റണം. എൻ്റെ കൂടെ നിന്നേച്ചത് പെണ്ണല്ല ആണാണെന്ന് അവളുടെ മുന്നിൽ വരുത്തി തീർക്കണം. ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്തതാണ്. അവളുടെ മുന്നിൽ കമ്പ്യൂട്ടറിലിട്ട് അവൻ്റെ യഥാർത്ഥ രൂപം ഞാൻ കാണിച്ചു കൊടുത്തതാ. പക്ഷേ അവൾ അതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. എന്നെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കിരൺ സാറേ എന്ന് പറയുകയാണ്. ശരി, ഞങ്ങൾ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം. നീ ഏതായാലും സാരവിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് വരണം എന്ന് പറയാം. ശരി സാറേ, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ? ശരി, നീ പൊയ്ക്കോ. അപ്പം നമ്മുടെ കിരൺ കല്യാണിയോട് പറയാ, ഇവനൊന്ന് സഹായിച്ച് കളഞ്ഞേക്കാം അല്ലേ കല്യാണി? നമ്മുടെ ആവശ്യമാണല്ലോ. സരയുവിനെ ഇനിയും പാഠം പഠിപ്പിക്കാനുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കിത് ചെയ്തല്ലേ മതിയാവുള്ളൂ കല്യാണി. കിരണേട്ടൻ പറഞ്ഞ സത്യം തന്നെയാ. അവൻ അങ്ങനെ വെറുതെ വിടാനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയുവിൻ്റെ അടുത്തേക്ക് മനോഹർ മോളൂ എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനി മേല എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. ഒരു മോളു, നിങ്ങളുടെ ആ വിളിയിൽ ഒരു ആത്മാർത്ഥതയില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പുതിയ ബന്ധം തിരക്കി പോകുന്നത്. നിങ്ങൾ അവരെയൊക്കെ മോളൂന്ന് വിളിച്ചാൽ മതി. ഇപ്പം മോളൂന്ന് വിളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. നിങ്ങൾക്ക് എന്നെയും എൻ്റെ കൊച്ചിനെയും വേണ്ടതായല്ലേ? നിങ്ങളുടെ കള്ളക്കളികളെല്ലാം ഞാൻ പിടിച്ചെടുത്തല്ലോ. എൻ്റെ സരയു, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഒരു കള്ളക്കളിയില്ല. ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്. നീ എൻ്റെ കൂടെ നിന്ന് വന്നേ. എങ്ങോട്ട്? ഞാൻ എങ്ങോട്ടും വരില്ല. നിങ്ങളുടെ കൂടെ എന്തിനാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വരത്തുമില്ല. സരയു, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ആ കൂടെ നിന്നേച്ചത് ആണാണ്, അല്ല അത് പെണ്ണ് തന്നെയാ. നിങ്ങൾ അവളെയും ചേർത്ത് പിടിച്ചല്ലേ നിന്നത്. മനുവേട്ടാ, നിങ്ങൾ ആരെയെങ്കിലും ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. ഒരു പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് നിങ്ങൾ നിൽക്കുന്നു, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഇവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും? സരയു, സത്യമായിട്ടും അതെൻ്റെ കൂട്ടുകാരൻ വരുണാണ്. നീ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. നിന്നെ അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. മനുവേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എല്ലാം ഞാൻ സഹിക്കും. എന്നെ വഞ്ചിക്കുന്നതിൽ മനുവേട്ടനെതിരെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ സരയു സഹിക്കില്ല. പിന്നെ സരയുൻ്റെ യഥാർത്ഥ മുഖം മനുവേട്ടൻ കാണും. സരയു, ഞാൻ പറഞ്ഞല്ലോ, നീ എൻ്റെ ഒപ്പം വരാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അറിയാം, ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാൻ മനുവേട്ട. കാരണം നിങ്ങളെ കാത്ത് കുറേ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം എന്നെ വേണ്ട. നിങ്ങൾ തിരിച്ചു വരില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ദൈവമേ, എനിക്ക് അരിശ്യം വരുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ കേൾക്ക്. എൻ്റെ ഒപ്പം വാ. ആ ഒരു സത്യം തെളിയിക്കാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ നിന്നേച്ചത് പെണ്ണല്ല ആണാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നീ എൻ്റെ ഒപ്പം വരാനായിട്ട് പറഞ്ഞത്. വന്നില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. നീ എന്നെ സംശയക്കണ്ണോടുകൂടെയല്ലേ കാണുന്നത്? അത് വേണ്ട. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനൊരു സംശയം വേണ്ട. തെളിയിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ശരി, മനുവേട്ടൻ്റെ ഒപ്പം ഞാൻ വരാം.
പക്ഷേ സത്യം തെളിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും തെളിയും മോളെ. നീ വാ, നീ എൻ്റെ കൂടെ വാ, സത്യങ്ങൾ നിന്റെ മുന്നിൽ ഞാൻ തെളിയിച്ച് തരാം എന്ന് പറയുക. അങ്ങനെ നമ്മുടെ സരയുവിനെയും വലിച്ചഴിച്ചുകൊണ്ട് നേരെ മനോഹർ ചെല്ലുകയാണ്. എൻ്റെ ദൈവമേ, ഇനി എന്തൊക്കെയായിരിക്കും അവസ്ഥ. അങ്ങനെ മനോഹറിനെയും കാത്ത് നമ്മുടെ വരുണും അതേപോലെ തന്നെ വരുണിൻ്റെ ഭാര്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ സരയും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, നീ സരയുവിനെ കണ്ടിട്ടില്ലല്ലോ, ദേ വരുന്നു കൂടെ, നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടല്ലേ. അപ്പോൾ മനോഹറിനോട് ചോദിക്കുകയാണ്, എന്താണ് മനോഹരെ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതെ, നീ ഓർക്കുന്നുണ്ടോ അന്ന് പെൺവേഷം കിട്ടി വരുണെ നീ വന്നത്? അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയല്ലേ നീ ആ പെൺവേഷം കെട്ടി വന്നത്? നിന്നെ ഞാൻ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ദേ എൻ്റെ ഭാര്യ കണ്ടു. അത് കണ്ടപ്പോൾ മുതൽ ഇവൾക്ക് ടെൻഷനാ, ഞാൻ വേറെ ഏതോ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെന്ന്. നിന്റെ യഥാർത്ഥ മുഖം വരെ ഞാൻ കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ അതൊന്നും എൻ്റെ ഭാര്യ വിശ്വാസമായില്ല. എൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടത് നിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ വരുണിൻ്റെ ഭാര്യ പറയുകയാണ്, അതേ സരയൂ, ഇതെൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പെൺവേഷമൊക്കെ കെട്ടാറുണ്ടേ, ഇങ്ങനെ ഓരോ പ്രോഗ്രാമിനൊക്കെ വേണ്ടി. അതായിരിക്കും സരയു കണ്ടത്, അല്ലാതെ ഇത് പെണ്ണൊന്നും അല്ലട്ടോ, ആണാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് സരയുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയാം. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയു അയ്യടാ ചമ്മി നാലൊരു അവസ്ഥയിലായിപ്പോയി. അപ്പം മനുവേട്ടനോട് ക്ഷമിക്കണം, അതെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. അപ്പോൾ നിങ്ങൾ ആണായിരുന്നല്ലേ, എനിക്കിപ്പോഴാ സത്യങ്ങളെല്ലാം ബോധ്യമായത്. അതൊന്നും സാരമില്ല, ആരാണെങ്കിലും സംശയിക്കാമല്ലോ. അതെ, നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒപ്പം ഏതെങ്കിലും ഒരു പെണ്ണ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് സംശയങ്ങൾ കുതിച്ചു കയറുമല്ലോ. അതുമാത്രമേ എനിക്കും പറയാനുള്ളൂ. ശരി, ഇപ്പം സംശയങ്ങളെല്ലാം മാറിയില്ലേ മനുവേട്ടാ? സോറി കേട്ടോ മനുവേട്ടാ. അതൊന്നും സാരമില്ല സരയു, നിന്റെ മുന്നിൽ എനിക്ക് സത്യങ്ങൾ തെളിയിക്കാനായിട്ട് പറ്റിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം എന്നും പറഞ്ഞ് സരയും മനോഹറും അവിടെ നിന്ന് കാറിലോട്ട് കയറുക. അപ്പോഴേക്കും വരുണിൻ്റെ ഭാര്യ പറയാ, ഏതായാലും മനോഹറിന് ശരിക്കും തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അവളും അതേപോലെ തന്നെയാണല്ലോ, അനുഭവിക്കട്ടെ, രണ്ടും നന്നായിട്ട് അനുഭവിക്കട്ടെ. അങ്ങനെ കാറി കയറി കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ചോദിക്കുകയാണ്, സരയും മോളെ നിന്റെ സംശയങ്ങളെല്ലാം തീർന്നല്ലോ മനുവേട്ടാ. മനുവേട്ടൻ എന്നോട് ക്ഷമിക്കണം മനുവേട്ടാ, ഞാൻ മനുവേട്ടനെ സംശയിച്ചു പോയി. സാരമില്ല, പക്ഷേ ദേ എൻ്റെ ക്ഷമ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അല്ലായിരുന്നെങ്കിലേ കാറിനടിച്ച് ഞാൻ തകർത്താനായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടൻ എന്നെ തല്ലിക്കോ, അത്രയ്ക്കും വലിയ തെറ്റല്ലേ ഞാൻ ചെയ്തത്? മനുവേട്ടൻ്റെ തല്ല് കൊള്ളാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാരമില്ല, ഏതായാലും സത്യങ്ങൾ മനസ്സിലായല്ലോ, അത് തന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കാർത്തികയാണ്. അപ്പോൾ കാർത്തികയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് താര. അപ്പോൾ താരാൻ്റിക്ക് ഒരു ബുദ്ധിമുട്ടായല്ലേ. അപ്പം കല്യാണിയും കിരണും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണി പറയുകയാണ്, ആൻറ്റിക്ക് ഇത് എന്ത് ബുദ്ധിമുട്ട്? ആൻറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കാർത്തിക ചേച്ചി എന്നിങ്ങനെ സംസാരിക്കുക. അതെ, ചേച്ചിയുടെ ഒരു വാർത്ത പറയാനാണ് ഞാൻ വേണ്ടി വന്നത്. എന്ത് വാർത്ത? അതെ, നമ്മുടെ ശത്രുവില്ലേ ഡിസ്ചാർജായി. അയാൾ ഡിസ്ചാർജായോ? എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ പോയെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങോട്ടോ പോയി. പക്ഷേ ആൻറ്റി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയതായിരിക്കുമെന്ന്. അങ്ങനെ ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. അമ്മമ്മയുടെ വീട്ടിലേക്ക് കയറ്റാനായിട്ട് സമ്മതിക്കില്ലല്ലോ. അങ്ങനെ താരാൻ്റെയും ഇങ്ങനെ കാര്യങ്ങളിൽ സംസാരിക്കുക. അതുകൂടാതെ തന്നെ മനോഹറിൻ്റെ മനോഹറിനെ സംശയരൂപത്തിൽ കൊണ്ടുവന്ന് നടക്കുകയായിരുന്നു സരയു. ഒരു പ്രശ്നം ഇപ്പോൾ സോൾവ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും കാർത്തിക പറയാം, എനിക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഗംഗാപ്രസാദിനെ ഒന്ന് കാണാനായിട്ട് പോകാനായിട്ട്. അവനിട്ട് 2 പണി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേക്കുറിച്ച് ഓർത്തൊന്നും കാർത്തിക ചേച്ചി ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് കാണാനായിട്ട് പോകാം. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ ചേച്ചി നല്ല രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലണനെ ഡ്രൈവറായിട്ട് നിർത്താമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിർത്തിക്കോ, ബാലണന് നല്ലൊരു ശമ്പളം തന്നെ ഞാൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രകാശനെ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ ഒരു മുഷിഞ്ഞ ഡ്രസ്സും ഒരു കാവ്യ മുണ്ടൊക്കെ ഉടുത്തിട്ട് കയ്യിലൊരു ചാക്ക് കിട്ടും, കയ്യിലൊരു ഊന്നുവടിയായിട്ട് ഇങ്ങനെ ഒരു തെരുവുതണ്ടിയെ പോലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ പ്രകാശൻ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.